എല്ലാവർക്കും നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. CPO 2018 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് ചെയ്യുന്നത്, ഈ എക്സസൈസ് ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ഫെമിലറൈസേഷൻ, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു മെമ്മറി ബേസ്ഡ് റിവിഷനും കൂടിയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ എ അന്ന ചാണ്ടി. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. മൂന്നാമത്തെ ചോദ്യം, ബാല സമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് ആരാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി പണ്ഡിറ്റ് KP കറുപ്പൻ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ഒന്നാം മന്ത്രിസഭയിലെ കേരളത്തിലെ സി അച്യുതമേനോൻ. ഓപ്ഷൻ ഡി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. അഞ്ചാമത്തെ ചോദ്യമാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം ഉത്തരം സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ. ഓപ്ഷൻ എ. ഏഴാമത്തെ ചോദ്യം, പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. ക്വസ്റ്റ്യൻ നമ്പർ 8, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. ഓപ്ഷൻ സി. 9, കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ജപ്പാൻ. ഓപ്ഷൻ സി. 10ാമത്തെ ചോദ്യം, ചെന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ ഡി. 11ാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യമായി GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. ഇന്ത്യയിൽ ഏത് വർഷമാണ് അത് നിലവിൽ വന്നത്? ജൂലൈ 1, 2017. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? ഏത് സംരംഭമാണ് ഹാർട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്? ഏത് രാജ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ് ഹാർട്ട് ഓഫ് ഏഷ്യ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. 13ാമത്തെ ചോദ്യം, ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഹു ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു വിസിറ്റഡ് ദി കൺട്രി ഓഫ് ഇസ്രായേൽ? ഏതാണ്? ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ ആനമുടി. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പശ്ചിമഘട്ടത്തിൽ വെസ്റ്റേൺ ഗട്ട്സിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ ആനമുടി. ഓപ്ഷൻ എ. 15ാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേര്, മിലിറ്ററി ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ വിജയ്. ഓപ്ഷൻ എ. ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഓപ്ഷൻ ബി നർമ്മദ. അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ്. 18ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ഹാരപ്പ കണ്ടെത്തിയത് ആരാണെന്നാണ്? ഓപ്ഷൻ ഡി ദയാറാം സാനിയാണ്. ഓപ്ഷൻ ഡി ദയാറാം സാനി. 19ാമത്തെ ചോദ്യം, മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ആര്? ഓപ്ഷൻ ബി വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? പാടലിപുത്രം എന്ന് പറയും. പാടലിപുത്രയാണ് ശരിക്കും ജൈനമത സമ്മേളനം ആദ്യത്തേത്. 21ാമത്തെ ചോദ്യം, കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ബി ഫിറോസ് ഷാ തുഗ്ലക്കാണ്. 22ാമത്തെ ചോദ്യം, മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം ഏതാണ്? 1526. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റും ഏത് വർഷം തന്നെയാണ്? 1526. 23ാമത്തെ ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ബഹദൂർ ഷാ ടു. ഒരു നോമിനൽ ആയിട്ടുള്ള ഹെഡ് ആയിട്ടാണ് ബഹദൂർ ഷാ ടു ഈ യുദ്ധത്തിൽ ഹെഡായി വന്നത്, അതായത് ലീഡർഷിപ്പ് ഏറ്റെടുത്തത്. 24, ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി? പോർച്ചുഗീസ്. ആദ്യമായി ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തി ഏതാണ്? പോർച്ചുഗീസ് തന്നെയാണ്. ഫസ്റ്റ് ടു കം ആൻഡ് ലാസ്റ്റ് ടു ഗോ. പ്രാർത്ഥന ഏതാണ്? അടുത്ത 25ാമത്തെ ചോദ്യം, പ്രാർത്ഥന സമാജത്തിൻ്റെ സ്ഥാപകൻ? ആത്മറാം പാണ്ഡുറങ്. ഓപ്ഷൻ സി ആത്മറാം പാണ്ഡുറങ്. ദയാനന്ദ സരസ്വതി ഏതുമായി ബന്ധപ്പെട്ടാണ്? ആര്യ സമാജുമായി ബന്ധപ്പെട്ടാണ്. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ ദേശീയ സമിതി? ലോക്പാൽ.
ദേശീയ സമിതി ലോക്പാലാണ്. 27 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് റാഫേൽ നഡാൽ. അത് ആ സമയത്തെ കറണ്ട് അഫയേഴ്സാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് സ്വത്തിനുള്ള അവകാശം. സ്വത്തിനുള്ള അവകാശം എന്താണ്? ഇപ്പോൾ നിയമപരമായ ഒരു അവകാശം മാത്രമാണ്. ഇറ്റ്സ് എ ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് റാദർ ദാൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നാണ്. ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളാണ്. സ്വത്തിനുള്ള അവകാശം എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 300A. ഇപ്പോൾ ഏത് ആർട്ടിക്കിളാണത്? 300A 300A. 29 സർവീസിൽ നിന്ന് വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജി. ഓപ്ഷൻ സി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ഓപ്ഷൻ ഡി. ആരാണ് കല്ലേൽ പൊക്കുടൻ? പരിസ്ഥിതി സംരക്ഷകനാണ്. ഈ മാംഗ്രൂവ്സും ആയി ബന്ധപ്പെട്ടുള്ള കൺസർവേഷൻ എഫേർട്സിന് പേരുകേട്ട ആളാണ്. 32 നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. നാഷണൽ ഷിപ്പ് ഡിസൈൻ, ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. ഓപ്ഷൻ ബി NH-49. 34 ചോദ്യം, ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണ്? ഷിയോനാഥ്. ഓപ്ഷൻ സി ഷിയോനാഥ്. ഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. വിച്ച് ഈസ് ദ പ്രൈവറ്റൈസ്ഡ് റിവർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഷിയോനാഥാണ്. ഓപ്ഷൻ സി. 35 ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ? അരവിന്ദ് പനഗാരി. ഓപ്ഷൻ ബി. 36 ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഓപ്ഷൻ എ മഹാനദി. 37 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത്? ഓപ്ഷൻ എ പാരീസ്. 38 ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസൽക്കരണം? നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് ഫസ്റ്റ് ഫേസ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം? പരുത്തി വ്യവസായം. കോട്ടൺ ഇൻഡസ്ട്രിയാണ്. പരുത്തി വ്യവസായം. ഓപ്ഷൻ ബി. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ. ഓപ്ഷൻ സി. ദോക്കലാം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദോക്കലാം എന്ന സ്ഥലം എവിടെയാണ്? സിക്കിമിലാണ് ദോക്കലാം. 42 ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? 13ാമത്തേതാണ്. 13ാമത്തെ. ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലം? കുശിനഗരം. ഓപ്ഷൻ ഡി കുശിനഗരം അല്ലെങ്കിൽ കുശിനഗര. 44 ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ത്രിപുര. ഓപ്ഷൻ എ ത്രിപുര. 45 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ആപ്തവാക്യമാണ്? അഹോരാത്രം ജാഗ്രത. നാവികസേനയാണ്. ഓപ്ഷൻ ബി നാവികസേന. 46 ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത്? ഓപ്ഷൻ എ പൊക്രാൻ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 8. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, അത് നമുക്ക് റിവ്യൂ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികമായ വാദമാണ് ലു എന്നാണ് അർത്ഥം കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികമായ വാദമാണേത്? ലു. പിറ്റി പക്ഷി സങ്കേതം ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപ്. ഓപ്ഷൻ ബി. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് പാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി? ജനനി സേവ. ഓപ്ഷൻ സി. 52 ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം? ഉത്തർപ്രദേശാണ്. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. 53 ചോദ്യം, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരം എന്നിവ നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അയർലൻഡാണ്. നോമിനേഷൻ ടു ദി രാജ്യസഭ ആൻഡ് എലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ്. എലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം, നോമിനേഷൻ ടു രാജ്യസഭ, ഇത് രണ്ടും എവിടെ നിന്നാണ്? അയർലൻഡ് എന്നാണ്. ഓപ്ഷൻ എ. ഒരു ബില്ല് ധനബില്ലാണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. ഒരു മണി ബില്ല് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 110 110. അപ്പോൾ ബഡ്ജറ്റോ? ആർട്ടിക്കിൾ 112. ബഡ്ജറ്റ് ആസച്ച് ഇല്ല, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഉള്ളത്. 55 ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളതാർക്ക്? ഗവർണർക്ക്. ഈ കൂട്ടത്തിൽ ഗവർണർക്കാണ്. പ്രസിഡൻ്റാണെങ്കിൽ പ്രസിഡൻറ്റും കേപ്പബിളാണ് ഓർഡിനൻസ്. ആർട്ടിക്കിൾ 123 പ്രകാരമാണ് പ്രസിഡൻറ്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. 56 മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്?
ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. GK ഗോഖലെ, ഓപ്ഷൻ ബി. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8ാമത്തെ ഷെഡ്യൂളിലാണ്. 8ാമത്തെ ഷെഡ്യൂൾ. 58 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം? കർണാടക, ഓപ്ഷൻ സി. അസംബ്ലി ഉണ്ട്, കൗൺസിലും ഉണ്ട്. 59 ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഏതാണ് ആർട്ടിക്കിൾ? 280 ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 60 ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബാങ്കർ ടു ദി ഗവൺമെൻറ് എന്നറിയപ്പെടുന്നതും RBI ആണ്. കീപ്പർ ഓഫ് ഫോറക്സ് റിസർവിൻ്റെ കീപ്പർ എന്ന് പറയുന്നത് ആരാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. 61 ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. 61 ഹീ പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി. 62 ദ ബേബി വാക്ക്ഡ് സ്ലോലി ഇൻ ദ സെൻറ്റൻസ് സ്ലോലി ഈസ് എ adverb. ഓപ്ഷൻ ബി adverb. 63 passive voice of he has drawn 2 pictures is 2 pictures have been drawn by him. Option A. 64 the reported speech of Mary said I am watching television is Mary said that she was watching television. Option D. 65 pick out the singular form of the given words. ഫംഗസ് എന്നാണ് പറയുന്നത്. ഫംഗസ് സിംഗുലർ ആണ്. ഡാറ്റ, ടീത്ത്, മൈസ് ഒക്കെ പ്ലൂറലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ വേർഡ് ഓഫ് എ ഗവൺമെൻറ് ബൈ എ കിങ് ഓർ എ ക്വീൻ? മൊണാർക്കിയാണ്. മൊണാർക്ക്. ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ കേട്ടില്ല, എക്സാമ്പിൾ മൊണാർക്കാണ്. ബ്രിട്ടീഷ് മൊണാർക്ക് എന്ന് പറയില്ലേ? എ ഗവൺമെൻറ് ബൈ എ കിങ് ഓർ എ ക്വീൻ. 67 ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അലേർട്ട് ഈസ് വാച്ച്ഫുൾ. വാച്ച്ഫുൾ ആണ്. ഇതിൽ വളരെയധികം സിമിലറായി വരുന്ന ഒബ്സർവൻ്റ് ആണ്. ഒബ്സർവൻ്റ് എന്ന് പറയുന്നത് നിരീക്ഷിക്കാൻ കൂടുതൽ കെൽപ്പുള്ള ആളെന്ന രീതിയിലാണ്. അലേർട്ട് എന്ന് പറയുന്നത് വിജിലൻസ് കാണിക്കുന്നതാണ്. യു ഹാവ് ടു ബി അലേർട്ട് ഫോർ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒക്കെ പറയില്ലേ? അതുകൊണ്ട് വാച്ച്ഫുൾ ആണ് ഇതിനടുത്ത് വരുന്നത്. 68 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് ടു ദ വേർഡ് അസംബിൾ, ഡിസ്പേഴ്സ്? അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓപ്പോസിറ്റ് വേർഡാണ് അസംബിൾ. ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? അത് പിരിച്ചുവിടാൻ നിർത്തും. ചൂസ് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് വെക്കേഷനാണ്. VACCATION ആണ് ഇൻകറക്റ്റ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഈച്ച് ഓഫ് ബോയ്സ് ഇസ് ക്ലവർ എന്നാണ് കറക്റ്റായി കൊടുത്തിരിക്കുന്നത്. 70C. 71 വി എക്സ്പെക്ട് ഡാഷ് ഒഫീഷ്യൽ എൻക്വയറി ഇൻ ടു ദ ഇൻസിഡൻറ്റ്. വി എക്സ്പെക്ട് ആൻ ഒഫീഷ്യൽ എൻക്വയറി. ചിത്ര ഡാൻസസ് വെൽ. ക്വസ്റ്റൻ ഉണ്ടായത് ഡസൻ ഷി ആണ്. റാണി ഈസ് ഹോൾഡിങ് എ വേസ് ഇൻ ഹെർ ഹാൻഡ് ആണ്. 74 ചിൽഡ്രൻ ഡാഷ് ടു സ്കൂൾ എവറി ഡേ. ഗോ ടു സ്കൂൾ എവറി ഡേ. ഗോ ടു സ്കൂൾ. 75 ഷേക്സ്പിയർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ്. ഓപ്ഷൻ സി. ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് കണ്ടിന്യൂസ്ലി സിൻസ് 5 o'clock. 5 മണി മുതൽ ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ്. 77 നൈദർ ഹിസ് ബ്രദർ നോർ ഹിസ് സിസ്റ്റർ ഈസ് വൈസ്. നൈദർ ഹിസ് ബ്രദർ നോർ ഹിസ് സിസ്റ്റർ ഈസ് വൈസ്. ദ എംപ്റ്റി മൗണ്ടൻ റീജിയൻസ് വിത്തൗട്ട് ട്രീസ് ആർ എൻ ഓഫുൾ എന്താണ്? സൈറ്റാണ്. സൈറ്റ് കാണാൻ പറ്റാത്തതാണ്. കാരണം എംപ്റ്റി മൗണ്ടനും അത് മരങ്ങളൊന്നുമില്ലാത്ത എംപ്റ്റി മൗണ്ടൻ എന്താണ്? കാണാൻ ഓഫുള്ളാണ്, ഭീകരമാണ്, അല്ലെങ്കിൽ അത് അത്ര നല്ല കാഴ്ചയല്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ചോസൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. അബ്രഹാം ലിങ്കൺ വാണ്ടഡ് ടു അബോളിഷ് സ്ലേവറി. പുട്ടനൻറ്റ്. അബോളിഷ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ടനൻറ്റ്, നിർത്തലാക്കുക എന്നാണ്. ഗിഫ്റ്റ് ഈസ് ഡാഷ് ദാൻ ഗീത. യങ്കർ. കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ യങ്കർ ആണ്. ഗിഫ്റ്റ് ഈസ് യങ്കർ ദാൻ ഗീത. ഇത്രയാണ് മാത്സ് ഒഴികെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ റിവിഷൻ മോഡിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ 15 മിനിറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാതരം GK ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ ചോദിച്ച GK ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഐഡിയ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, നമുക്ക് കാണാം.